എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സീതമ്മ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ഫ്രണ്ട്, എന്താണെന്നോ, നാളെ എന്റെ സ്കൂളിലെ ആനുവൽ ഡേ ആണ്. നീ വരുവോ ഫ്രണ്ട്? നീ വന്നാ എനിക്ക് ഒരുപാട് സന്തോഷാവും. എന്റെ കൂടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് നൈനിക, ഐരിഷ്, റൂബേഷ്, ശ്രേയസ് എല്ലാരും ഡാൻസ് കളിക്കുന്നുണ്ട്. നിനക്കും എന്റെ കൂടെ ഡാൻസ് കളിക്കാൻ പറ്റുവാണെങ്കിൽ നന്നായേനെ ഫ്രണ്ട്. നീ വരില്ലേ ഫ്രണ്ട്? സീതമ്മ ഒന്നും പറയില്ല. നീ വാ ഫ്രണ്ട്, പ്ലീസ്. ഞാൻ അത്രയൊക്കെ പറഞ്ഞിട്ടും എന്റെ വാക്ക് കേൾക്കാതെ റാമിനെ വിളിക്കുകയാണല്ലേ നീ? മര്യാദയ്ക്ക് പറഞ്ഞ ഇവള് കേക്കില്ല. കാണിച്ചു കൊടുക്കാം. എന്താ ഫ്രണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നേ? എന്തെങ്കിലും സംസാരിക്കേ? ഓ, സീതമ്മ ദേഷ്യം പിടിക്കുന്ന പേടിച്ചിട്ടാണോ? സീതമ്മ നോക്ക്, എന്റെ ഫ്രണ്ട് പേടിച്ചിട്ട് മിണ്ടുന്നേ ഇല്ല. നീ ഒന്ന് സ്മൈൽ ചെയ്യോ? അപ്പൊ എന്റെ ഫ്രണ്ട് എന്റെ ആനുവൽ ഡേക്ക് വന്നോളും. എന്താ സീതമ്മ, എന്തു പറ്റി? എന്റെ ഫ്രണ്ട് ഒന്നും മിണ്ടാത്തോണ്ട് നിനക്കും വിഷമാണോ? അങ്ങനെയൊന്നുമില്ല. നീ ഇപ്പൊ സ്മൈൽ ചെയ്തില്ലേ സീതമ്മ? എന്റെ ഫ്രണ്ട് ഇപ്പൊ ഫുൾ ഹാപ്പി ആയിട്ടുണ്ട്. സീതമ്മ അത് കണ്ടോ? എന്റെ ഫ്രണ്ട് എന്റെ ആനുവൽ ഡേക്ക് വരാന്ന് പറഞ്ഞു. ഐ ആം സോ ഹാപ്പി. താങ്ക് യു സീതമ്മ. സിഹിക്ക് എന്തുകൊണ്ടാ റാമിനെ ഇത്രയധികം ഇഷ്ടമായത്? ഇവര് തമ്മിൽ കാണാതിരുന്ന, ഫോണിൽ സംസാരിക്കാതിരുന്ന മറന്നു പോകുന്ന ഞാൻ കരുതിയത്. അകറ്റി നിർത്തിയ എല്ലാം ശരിയാവുന്ന ഞാൻ കരുതിയത്. പക്ഷേ ഇല്ല, ഇതകന്നു പോകുന്തോറും അടുത്തു പോകുന്ന ബന്ധമായത്. ഹലോ, നമസ്കാരം സാർ. ഞാനാ. എന്നെ മനസ്സിലായോ? ഇല്ല, എനിക്ക് മനസ്സിലായില്ലല്ലോ. അതെ, സുദേശ്. അന്ന് നിങ്ങളുടെ ഓഫീസിലേക്ക് വന്നില്ലേ? നിങ്ങളുടെ ഫ്രണ്ട് സീതയില്ലേ? അവളുടെ ചേട്ടനാ. ഓക്കെ, ഐ റിമെമ്പർ. പറയൂ. എന്തോ ഉറക്കത്തിലായിരുന്നു തോന്നുന്നല്ലേ? രാവിലെ തന്നെ ഫോൺ വിളിച്ചത് ശല്യമായോ? സോറി സാർ. ഇല്ല, ഇപ്പൊ ഞാൻ ജോഗിങ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അതെ, നിങ്ങള് അന്ന് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് പിന്നെ നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, ജോലി തിരക്കൊക്കെ കാണും, മറന്നുപോയി അത് ബുദ്ധിമുട്ടാവൂലേ? അതുകൊണ്ടാണ് ഫോൺ ചെയ്തത്. അത് നിങ്ങള് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ചെയ്യുമല്ലോ അല്ലേ? അത് വെറും 4 ലക്ഷം അത്രേ ഉള്ളൂ. ഐ റിമെമ്പർ. ഡോണ്ട് വറി സുദേശ് ഏട്ടാ. നിങ്ങൾ വെറുതെ അതിനുവേണ്ടി എന്നെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഐ വിൽ ഹെൽപ്പ് യു. ശരി സാർ, ഇത്രയും കേട്ടപ്പോ ഒരു സമാധാനായി. എന്നാ ഞാൻ വെച്ചോട്ടെ സാറേ. ഓക്കെ. എന്താ പറഞ്ഞേ? തരാമെന്ന് പറഞ്ഞോ അയാള്? അവന് ഓർമ്മയുണ്ടോ? അവന് ഓർമ്മയുണ്ട് മോളെ. തരാന്നാണ് ഇപ്പൊ പറഞ്ഞേ. നമുക്ക് നോക്കാന്നേ. എനിക്ക് ഇപ്പോഴാ ഒരു സമാധാനമായ. അല്ലെന്നേ, അത്ര വലിയ മുതലാളിയാ. 100 ബിസിനസ് ഉണ്ടാവും, 1000 തലവേദന ഉണ്ടാവും. നമ്മൾ ചോദിക്കുമ്പോ തരാമെന്നങ്ങ് പറഞ്ഞു കളെ, എന്നിട്ടങ്ങ് മറന്നുപോയാലോ? അതുകൊണ്ട് നമ്മൾ അടങ്ങിയിരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് ഓർമ്മിപ്പിച്ചോണ്ടിരിക്കണം. അതും ശരിയാ. ഇതിനിപ്പോ വല്ല ചെലവുണ്ടോ? ഒരു നിസാര ഫോൺ കോൾ അല്ലേ, അത് ചെയ്താൽ മതിയല്ലോ. വാ, നമുക്ക് പോവാ.
നിങ്ങളുടെ സ്കൂളിലെ മലയാളം ഒന്നും പഠിപ്പിക്കാറില്ലേ? അല്ല, നിങ്ങളിങ്ങനെ ഇംഗ്ലീഷ് പദങ്ങൾ പറയുന്നില്ലേ? അതുപോലെ മലയാളത്തിലും പ്രാസമുള്ള പദങ്ങളുണ്ടല്ലോ, ഒന്ന് പറഞ്ഞേ. പ്രാസമുള്ള പദങ്ങൾ എന്ന് വെച്ചാ? അതില്ലേ മോളെ, നിങ്ങളിപ്പോ പറഞ്ഞില്ലേ കാറ്റ് മാറ്റ് എന്നൊക്കെ, അതുപോലെ ഒരേപോലെയുള്ള പദങ്ങളോ ഒരേ അക്ഷരത്തിൽ അവസാനിക്കുന്ന പദങ്ങളോ മലയാളത്തിൽ പറഞ്ഞു നോക്കിക്കേ. ഇപ്പോ ഞാനൊന്നും പറയാം, ആ എന്നിട്ട് നിങ്ങൾ തുടർന്നു. ആണി തോണി. മുത്തശ്ശ, എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ആ, ഇംഗ്ലീഷ് ആണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ പറയുമല്ലോ. ഇപ്പോ ഞാനൊരു പദം പറയാം. രാമ, ഭീമ. മുത്തശ്ശ, ഒരു മിനിറ്റ്. എങ്ങോട്ടാ പോകുന്നേ? അങ്ങോട്ടൊന്നും പോവല്ലേ. ഇങ്ങോട്ട് എന്തിനാ വന്നേ മോളെ? ഒരു മിനിറ്റ് മുത്തശ്ശ. അവിടെയൊക്കെ വൃത്തികേട്. വന്നേ, വാ പോവാം നമുക്ക്. ശ്രേയസേ, നടക്കട. അതും കൊണ്ട് എടുത്തോ. എത്രയായിപ്പോ? സിഹി, ശ്രേയസ്, ഇവരിത് എവിടെ പോയി? ശ്രേയസ്, സിഹി. സിഹി, നീ എന്തിനാ ഇങ്ങോട്ട് എന്നെ കൊണ്ടുവന്നേ? നോക്ക് ശ്രേയസ്, പാവം ദൈവം ആരോ കൊണ്ട് വലിച്ചെറിഞ്ഞതാ തോന്നുന്നേ. നമുക്കിത് വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? പക്ഷെ സിഹി, അത് വളരെ വൃത്തികേടായിരിക്കല്ലേ? നമുക്ക് ദൈവത്തെ കുളിപ്പിച്ചു കൊടുക്കാം. സീതമ്മ പറയാറുണ്ടല്ലോ, ദൈവം വലിയവനാണെന്ന്. നമ്മൾ ദൈവത്തോടല്ലേ പൂജ ചെയ്യാറും പ്രാർത്ഥിക്കാറൊക്കെ ഉള്ളേ. എന്നിട്ട് കണ്ടോ ആരോ വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്നത്? എന്തിനാ മോളെ ഇങ്ങോട്ട് വന്നേ? നിന്നെ കാണാതായപ്പോ ഞാൻ എത്ര പേടിച്ചു എന്നറിയോ? അല്ല, ഇങ്ങോട്ട് വരണ്ട, ഇവിടെ വൃത്തികേടാന്നൊക്കെ ഞാൻ പറഞ്ഞല്ലേ. അത് നോക്കു മുത്തശ്ശ, ഭഗവാൻ, ആരാ ഈ വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്നേ? രാമൻ. മുത്തശ്ശ, നമുക്കിത് വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? ഇതിനാണല്ലേ മോളെ നീ ഇവിടം വരെ വന്നത്? ആ മുത്തശ്ശ, എനിക്ക് ഈ ദൈവത്തെ കണ്ടപ്പോ പാവം തോന്നി. നീ കണ്ട ദൈവത്തെ ഞാൻ കണ്ടതേ ഇല്ലല്ലോ മോളെ. ശരി ചക്കരെ, ഇത് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. सीताराम सीताराम जय जय राम राम सीताराम सीताराम जय जय राम राम सीताराम सीताराम जय जय राम राम सीताराम सीताराम जय जय राम. സിഹി, നീ ഈ രാമനെ എന്താ ചെയ്യാ? നീ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കോ?
നടക്കുവോ? ഹേ ശ്രേയസ്, നമുക്ക് ഈ രാമന് വേണ്ടി ഒരു കുട്ടി വീടുണ്ടാക്കിയാലോ? ഇത് അവിടെ വെച്ച് പ്രാർത്ഥിച്ചാലോ? അപ്പോ എന്ത് രസായിരിക്കും. ആ സിഹി, നല്ല ഐഡിയ ആണല്ലോ. നമുക്കിതിന് പൂജാർത്തി സ്വീറ്റ്സൊക്കെ വെച്ച് പൂജ ചെയ്താലോ? നമ്മുടെ സീതമ്മ രാമന് വേണ്ടി പൂജ ചെയ്യില്ലേ, അതേപോലെ ദീപവും തെളിയിക്കാം. പൂവ്, എണ്ണ, സ്വീറ്റ്സ്, ഇതിന്റെയൊക്കെ പൈസ കളക്ഷൻ നടത്തിയാലോ? വേണ്ടടാ, ഗണേശോത്സവത്തിനായില്ലേ, അതേപോലെ തന്നെ ആവും. ഞാൻ മുത്തശ്ശനോട് ചോദിച്ചു നോക്കട്ടെ, മുത്തശ്ശൻ തരും. ഓക്കെ. രാജി, ഇന്ന് അയോധ്യയില് ശ്രീരാമ പ്രതിഷ്ഠാപനം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ വീട്ടിലേക്കും മന്ത്രാക്ഷക അയച്ചിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് പായസം ഉണ്ടാക്കാം. എല്ലാവർക്കും ശ്രീരാമ പൂജ ചെയ്ത് നമുക്കും ഇവിടെ പ്രസാദം തയ്യാറാക്കാം. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. പിടിച്ചോ. പരിപ്പ്, പിന്നെ അണ്ടിപ്പരിപ്പ് ചോദിച്ചിരുന്നില്ലേ, അതും വാങ്ങിയിട്ടുണ്ട്. ഓഹോ, എന്താ ഇത്? എല്ലാം ഓർത്തു വെച്ച് വാങ്ങിയിട്ടുണ്ടല്ലോ. ആ ശ്രീരാമൻ തന്നെ ഓർമ്മിപ്പിച്ചതാവും. ഓ, നിനക്ക് എന്നെ കളിയാക്കുന്നല്ലാതെ വേറെ ഒരു പണിയില്ല. അല്ല പിന്നെ. മുത്തശ്ശ, ആ, മുത്തശ്ശ, പൈസ തരുവോ? എന്തിനാ? ഞാൻ തിരിച്ചു തരാം മുത്തശ്ശ. പ്ലീസ് മുത്തശ്ശ താ. എത്ര വേണം? ഓ, ശരി, ഒരു കാര്യം ചെയ്യാം. ദാ, ഇത് വച്ചോ. താങ്ക് യു മുത്തശ്ശ. सीताराम सीताराम जय जय राम राम सीताराम सीताराम जय जय राम राम सीताराम सीताराम जय जय राम. സിഹി, സിഹി, അവളിവിടെ ഇല്ല. കുറച്ചു മുമ്പാ എന്റെ അടുത്ത് നിന്ന് ഒരു 100 രൂപ വാങ്ങി പോയത്. 100 രൂപയോ? അവൾക്ക് എന്തിനാ അച്ഛ പൈസ കൊടുക്കാൻ പോയത്? എന്തോ പാവം അവളെന്നോട് ചോദിച്ചു. പുസ്തകമോ പെൻസിലോ വല്ലതും മേടിക്കാനായിരിക്കും. വാങ്ങി വന്നോളും, കുഴപ്പമൊന്നുമില്ലെന്നേ. ഒറ്റയ്ക്ക് കടയിലേക്ക് പോയോ? എന്ത് വാങ്ങാനായിരിക്കും? ജയ് ശ്രീറാം, 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 ജയ് ശ്രീറാം. സിഹി, എന്താ ഇതൊക്കെ? സ്വീറ്റ് ബോക്സ് വാങ്ങാനാണോ നീ അച്ഛന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത്? സീതമ്മ, ഇതൊന്നും എനിക്കല്ല, രാമനാ. ഏത് രാമന്? സീതമ്മ, നിനക്കറിയില്ല, വാ കാണിച്ചു തരാം. ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം. സിഹി, എന്താ ഇത്? സീതമ്മ, സ്കൂൾ വിട്ട് വരുമ്പോ എനിക്ക് രാമന്റെ ഫോട്ടോ കിട്ടി. അവിടെ വേസ്റ്റ് ഇട്ടേക്കണ സ്ഥലത്ത് ആരോ കൊണ്ടിട്ടതാ. എനിക്ക് പാവം തോന്നിയപ്പോ ഞാൻ എടുത്തോണ്ട് വന്നു. ഇവർക്ക് ഒരു കുഞ്ഞു വീടുണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്?
പൂജ ചെയ്യാൻ വേണ്ടിയാ ഇതൊക്കെ മേടിച്ചത് സീതമ്മ. മുത്തശ്ശന്റെ അടുത്തുനിന്ന് പൈസ വാങ്ങിയിട്ടാ പോയേ. പക്ഷേ അതൊന്നിനും എടുക്കാൻ പറ്റിയില്ല, അറിയോ? രാമന് വീടുണ്ടാക്കാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞപ്പോ കുറച്ചു പേര് ഇഷ്ടിക ഫ്രീ ആയിട്ട് തന്നു. സ്വീറ്റ്സും ഫ്രീ ആയിട്ട് കിട്ടി. പൂവെല്ലാം ഫ്രീ ആയിട്ടാ കിട്ടിയേ. ഫ്രൂട്ട്സും ഫ്രീയാ. സീത, ഇന്ന് എത്ര മഹത്വമായിട്ടുള്ള ദിവസമാണെന്ന് അറിയോ മോളെ? അവിടെ അയോധ്യയില് രാമപ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ മുത്തുമണി രാമന്റെ ഫോട്ടോ വെച്ച് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മള് രാമന്റെ പ്രസാദമായി കിട്ടിയ മന്ത്രാക്ഷതങ്ങൾ കൊണ്ട് പായസം ഉണ്ടാക്കി കഴിക്കാന്ന് കരുതി. പക്ഷെ നമ്മുടെ സിഹിമോള് രാമന് വേണ്ടി പൂജ ചെയ്യാനും വീടുണ്ടാക്കാനും ഒക്കെയാ നോക്കിയേ. ചക്കര കുട്ടി. മുത്തശ്ശ, ഞാൻ ഈ രാമനോട് വെച്ചോട്ടെ? ഉറപ്പായും മോളെ. അതെങ്ങനെയാ ശരിയാകാം മൂർത്തി സാറേ? എവിടെയോ വേസ്റ്റിൽ കിടന്ന ഫോട്ടോയാ. ഇതിവിടെ വെച്ച് പൂജ നടത്താന്നൊക്കെ പറഞ്ഞാല് അതെ അതെ, ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു. ആ കുട്ടി പറയുന്നതിന് നിങ്ങൾ എല്ലാരും തലയാട്ടുന്നുണ്ടല്ലോ. ദൈവം എപ്പോഴും ദൈവം തന്നെയല്ലേ? ഏതോ ബോധമില്ലാത്ത ഒരാള് ഈ ഫോട്ടോ കൊണ്ട് വേസ്റ്റ് കൊണ്ടിട്ടെന്ന് കരുതി ദൈവം ദൈവം അല്ലാതാകുവോ? നമ്മള് മുതിർന്നവരാ. നമ്മള് ആ ഫോട്ടോയിലുള്ള അഴുക്കും ചെളിയും മാത്രമേ കാണൂ. പക്ഷെ ആ കുഞ്ഞു കുട്ടിക്ക് സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ കാണാൻ കഴിഞ്ഞത്. സീത, നീ തന്നെ പറഞ്ഞു കൊടുക്ക് നിന്റെ മോക്ക് ഇതൊന്നും അത്ര ശരിയല്ലാന്ന്. ചേച്ചി, എന്റെ മോള് ചെയ്യുന്നതില് എന്ത് തെറ്റാ ഉള്ളത്? ഭക്തിയോടെ കല്ലിനോട് പ്രാർത്ഥിച്ചാൽ പോലും ദൈവം പ്രത്യക്ഷപ്പെടുമെന്നാ. നമ്മുടെ പ്രാർത്ഥനയൊക്കെ ദൈവം കേൾക്കുമെന്നാ. അങ്ങനെയുള്ളപ്പോ സിഹി രാമന്റെ ഫോട്ടോ വെച്ച് പൂജ ചെയ്താൽ എന്താ? സിഹി, നീ പൂജ നടത്ത്. ഇനി അഥവാ ഫോട്ടോ ഇവിടെ വെച്ചതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി പൂജ നടത്താം. സീത, നിക്കുമോളെ. സിഹി കാരണം രാമന് വേണ്ടി പൂജ നടത്താനുള്ള അവസരം നമുക്കൊക്കെ കിട്ടി. ആ ഫോട്ടോ അവിടെ ഇരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പൂജ നടത്താം. എത്ര നിഷ്കളങ്കമായ ചിരിയാണ് എന്റെ രാമന്റേത്. ഈ പുഞ്ചിരി കാണുമ്പോ മറ്റെല്ലാം മറന്നുപോകും. സീതമ്മ, ഈ ദൈവത്തിന് അവിടെ വെച്ച് പൂജ ചെയ്യാം. പിന്നെന്താ ചെയ്യാലോ? ശ്രീരാം ജയ രാം. सीताराम सीताराम जय जय राम राम सीताराम सीताराम जय जय राम राम सीताराम सीताराम जय जय അച്ഛാ, ഇവിടെ നിങ്ങളാ മുതിർന്നത്. നിങ്ങൾ തന്നെ ഫോട്ടോ വെച്ച് പൂജ ചെയ്യും. വേണ്ട സീത, ഈ ഫോട്ടോ കിട്ടിയത് നമ്മുടെ മോള് സിഹിക്കല്ലേ. അവളുടെ പരിശുദ്ധമായ മനസ്സ് വെച്ച് പൂജ ചെയ്താലേ രാമന് സംതൃപ്തി കിട്ടത്തുള്ളൂ. അച്ഛ, പൂജ സിഹി ചെയ്യാനോ? ഇതൊക്കെ സീ തന്നെ ചെയ്യട്ടെ സീത. കുട്ടികളുടെ മനസ്സിൽ ശുദ്ധമായ ഭക്തി ഉണ്ടാവും. ചെല്ലേ. राम सीताराम सीताराम जय जय राम
സുന്ദരം ദേവകീ നന്ദനം നന്ദജം സന്തതേ. ദാ, എല്ലാരും പ്രസാദം എടുക്ക. തരാം എല്ലാവർക്കും തരാം. രാമ, എന്റെ മകൾക്കുള്ള ഈ ശ്രദ്ധ, ഭക്തി, നിസ്വാർത്ഥ മനസ്സ്, തിന്മയെന്ന എന്താന്ന് പോലും അറിയാത്ത മനസ്ഥിതി, ജീവിതകാലം മുഴുവൻ അവൾ അങ്ങനെയാവണം. എപ്പോഴും അവൾക്ക് തുണയാവണേ രാമ. ദൈവമേ, സീതമ്മ എപ്പോഴും ഹാപ്പി ആയിരിക്കണേ. കൂടെ എന്റെ ഫ്രണ്ടും എന്റെ കൂടെ തന്നെ വേണം. വേഗം തന്നെ എന്റെ ഫ്രണ്ടിനെ സീതമ്മേനെ വഴക്ക് തീർക്കണേ ദൈവമേ, പ്ലീസ്. सीताराम सीताराम जय जय राम. राम सीताराम सीताराम जय जय राम. राम सीताराम सीताराम जय जय राम. राम सीताराम